പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മുന്നിൽ എളിയോടെ നിൽക്കുന്നവളെ അവൻ തുറച്ചു നോക്കി. ഓ, എന്തൊരു സന്തോഷം! കുറച്ചു നേരത്തേക്ക് മനുഷ്യൻ നല്ല ജീവനെടുത്തിട്ട് ചിരിക്കുന്നുണ്ടില്ലേ? അവൻ പല്ലടിച്ച് ചിന്തിച്ചു. ഇത്രക്കങ്ങോട്ട് സന്തോഷിക്കുന്നു വേണ്ട, എനിക്ക് അമ്മയ്ക്ക് മാത്രമേ സമ്മതമുള്ളൂ, ഏട്ടൻ സമ്മതിച്ചിട്ടില്ല. അവൻ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറയെ വേണിയുടെ മുഖത്തെ ചിരിമാഞ്ഞു. അവിടെ സങ്കടം പരക്കാൻ സമയമേറെ വേണ്ടി വന്നില്ല. ആ, നീ ഇങ്ങനെ വിഷമിക്കാതെ, ഏട്ടൻ സമ്മതം പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല എതിർപ്പും പറഞ്ഞിട്ടില്ല. അവളുടെ മുഖം കണ്ടപ്പോൾ അവൻ പിന്നെയും വിഷമിപ്പിക്കാൻ നിന്നില്ല. നമുക്ക് സെറ്റാകാടി, ഞാനില്ലേ കൂടെ. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വേണി ചിരിച്ചുപോയി. ആ, അതാണ്, നമുക്ക് ഇവിടുന്ന് എന്തായാലും പോവാം. ഇനി നിന്നാലേ ഏട്ടന് പകരം നിന്നെ കെട്ടേണ്ടി വരും. അതുകൊണ്ട് മോള് വണ്ടിയെടുക്ക്. നടന്നു വരുന്നൊരാൾ തങ്ങളെ തുറിച്ചു നോക്കുന്നതാണ് അവൻ പറഞ്ഞു. ശ്യാം പുറകിൽ കയറിയതും വേണി വണ്ടിയെടുക്കുകയും ചെയ്തു. എന്നാലും എന്റെ വേണി, നിനക്ക് ഏട്ടനോട് പ്രേമോ? എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വണ്ടി മുന്നോട്ടെടുക്കെ അവൻ അത്ഭുതത്തോടെ പറഞ്ഞപ്പോൾ വേണിക്ക് ചമ്മല് തോന്നി. അപ്പൊ ആന്റിക്കും ശ്യാമിനും പോലീസും നീയാനുള്ള കല്യാണത്തിന് സമ്മതാണ്. ഇനി അറിയേണ്ട മിസ്റ്റർ പോലീസിന്റെ മനസ്സിൽ എന്താണെന്നല്ലേ? ചൂണ്ടുവിരലാൽ താടിയിൽ പോറിക്കൊണ്ട് അഞ്ജന പറയെ വേണി അതേന്ന് തലകുലുക്കി. അതിനിപ്പോ മെനക്കിടേണ്ടി വരും. എന്ത്? അതറിയാനിപ്പോ എന്താ ചെയ്യാ? ആള് നോക്കി വേണി ചോദിച്ചു. നേരിട്ട് ചോദിക്കേണ്ടി വരും. എന്താ ചോദിക്കോ നീ? ഇനിയും പോയി ചോദിക്കണോ? ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, ഇനി പിന്നെയും പോയി ചോദിക്കണോ? അഞ്ജന പറയുന്നയാൾക്ക് വേണിക്ക് മുട്ടുപറിച്ചു. നിനക്ക് പേടിയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും രണ്ടു വീട്ടുകാരും അറിഞ്ഞല്ലോ, അവർക്കെല്ലാം സമ്മതമാണ്. ആ സ്ഥിതിക്ക് അവരിന് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് പക്ഷേ വേണിക്ക് സമ്മതമല്ലായിരുന്നു. ആ സമയം ഇനി അർഷൻ ചേട്ടനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ? എനിക്ക് ഇപ്പം അറിയണണ്ട. ഉള്ളിലിട്ട് പെരുപ്പിക്കും മുമ്പ് എനിക്ക് അർഷൻ ചേട്ടൻ്റെ മനസ്സിലെന്താണെന്ന് അറിയണം. അവൾ വാശിയോടെ പറഞ്ഞു. അപ്പൊ പിന്നെ നീ പേടി മാറ്റി വെച്ച് നേരിട്ട് പോയി ചോദിച്ചേ പറ്റൂ, അല്ലാതെ എങ്ങനെ അറിയാനാ? ശ്യാം ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയെന്നല്ലേ പറഞ്ഞു. അപ്പൊ നീയായി തന്നെ ആളോട് ചോദിക്കണം. നീ പോയി ചോദിച്ചാൽ ആൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. ഞാൻ തന്നെ ചോദിക്കണമല്ലേ? അഞ്ജന പറയുന്നയാൾക്ക് വേണി മടിയോടെ ചോദിച്ചു. നീ തന്നെ ചോദിക്കണം. അങ്ങേര് വീട്ടിലുള്ള നേരം മുന്നിൽ ചെന്ന് ചോദിച്ചാൽ മതി. അഞ്ജന അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തു. ഹർഷൻ ഓഫീസിൽ നിന്നിറങ്ങാൻ നിൽക്കുകയാണ്. ഷാജിയുടെ കോൾ അവന്റെ ഫോണിലേക്ക് വന്ന് അവനൊരു ആലോചനയോടെ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അങ്കിൾ. ഹർഷ, താൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോ? അവന്റെ ശബ്ദം കേട്ടത് അയാൾ ചോദിച്ചു. ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. വീട്ടിൽ വെച്ച് വേണ്ട. ഹർഷിന് ഹോട്ടലിലേക്ക് വരാൻ പറ്റുമോ? അല്ലെങ്കിൽ തനിക്ക് സൗകര്യങ്ങൾ എവിടെ ആയാലും മതി. ഞാൻ ഹോട്ടലിലേക്ക് വരാം അങ്കിളിപ്പോൾ അവിടെ ഇല്ലേ? ഞാൻ നേരെ അങ്ങോട്ട് വരാം, അവൻ ആലോചനയോടെ പറഞ്ഞു. കോൾ അവസാനിപ്പിച്ചെങ്കിലും അവൻ ആ നമ്പറിലേക്ക് തന്നെ നോക്കി 1-2 നിമിഷം നിന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്തിനാണ് തനിക്കറിയാം. വേണിയുടെ കാര്യം സംസാരിക്കാൻ തന്നെയാണ്. അതിനെക്കുറിച്ച് അങ്കിളുമായി സംസാരിക്കണമെന്ന് താനും കരുതിയതാണ്. പക്ഷേ അത് കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു മതി എന്നായിരുന്നു. എന്തായാലും പോയി നോക്കാം. അങ്കിളിന് ടെൻഷൻ ഉണ്ടാവും, പോയി സംസാരിക്കാം. അവൻ ഫോൺ പോക്കറ്റിലേക്ക് വെച്ച് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. എടി ചേച്ചി, നിനക്ക് എപ്പോൾ മുതലാ ഹർഷൻ ചേട്ടന് ഇഷ്ടമായത്? അമലിന്റെ ചോദ്യം കേൾക്കെ വേണി പല്ലിറുമി. കുറച്ചധികം നേരമായി അവൻ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ്. ആദ്യം കളിയാക്കലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മുഴുവൻ സംശയങ്ങളായി. ഒന്ന് പോയാമല്ലേ നീ? കുറെ നേരമല്ലേ നീ? നിനക്ക് നാണല്ലേ സ്വന്തം ചേച്ചിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? പിന്നെ ബോധമില്ലാതെ ഹർഷൻ ചേട്ടനെ പ്രപ്പോസ് ചെയ്യാൻ ചേച്ചിക്ക് ഒരു നാണമില്ലായിരുന്നു. എന്നിട്ടിപ്പോ എന്നോട് നാണം ഉണ്ടോന്ന്? അവന്റെ പുച്ഛം കൂടെ ആയപ്പോൾ വേണിക്ക് വിറഞ്ഞു കയറി. പോടാ എന്റെ റൂമിൽ നിന്ന് പോ. അവൾ അമലിനെ റൂമിൽ നിന്ന് പിടിച്ചൊന്നി പുറത്താക്കി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡോർ ലോക്ക് ചെയ്യുകയും ചെയ്തു. നിനക്ക് ചമ്മലായോണ്ട് തന്നെ പുറത്താക്കിയെന്ന് എനിക്കറിയാം ചേച്ചി, കേട്ടോ? അവൻ പുറത്തുനിന്ന് വിളിച്ചു പറയുന്ന കേട്ടപ്പോൾ വേണി മുഖം പൊത്തി അവിടെ ഇരുന്നു. ഈ നാണക്കേടിനെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. ആൾ കണ്ണിറുക്കി പൂട്ടി ശ്വാസം അയച്ചു. ഹർഷൻ ഹോട്ടലിലേക്ക് എത്തുമ്പോൾ അത് ക്ലോസ് ചെയ്യാനായി തുടങ്ങിയിരുന്നു. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ജോലിക്കാരെല്ലാം പോയി തുടങ്ങി. ഷാജി മാത്രം ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്. അവനൊരു പുൻസിരിയോടെ ആൾക്കരികിലേക്ക് ചെന്നു. വാർഷ, ഇങ്ങോട്ടേക്ക് ഇരിക്കുന്നീ. ഷാജി ക്യാഷ് കൗണ്ടറിൽ നിന്ന് എണീറ്റ് ഊണഴിക്കുന്ന ഒരു ടേബിളിന് ചുറ്റുമുള്ള ചെയർ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അങ്ങോട്ടേക്ക് ഇരുന്നപ്പോൾ അയാൾ മറ്റൊരു ചെയറിലേക്ക് ഇരുന്നു. പണിക്കാരൊക്കെ പോയെങ്കിൽ? അവൻ ചുറ്റും നോക്കിക്കൊണ്ട് തുടക്കമിട്ടു. ക്ലീനിങ് കഴിഞ്ഞ് അവരിറങ്ങിയതേ ഉള്ളൂ. അയാൾ മറുപടി നൽകി. 1-2 നിമിഷത്തോളം നീണ്ട മൗനം. ഷാജി തന്നെയാണ് ആ മൗനം വെടിഞ്ഞത്. ഞാൻ തന്നെ വിളിച്ചത് വേണിയുടെ കാര്യം പറയാൻ തന്നെയാ. അവൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല ഞങ്ങളാരും. അന്ന് അവളത് തുറന്നു പറയുമ്പോഴാണ് അറിയുന്നത്. അവൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് തോന്നിയിരുന്നു. അത് തൻ്റെ വിവാഹം ഉറപ്പിച്ചുള്ള സങ്കടമാണെന്ന് മനസ്സിലായതും പിന്നെയാ. മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ. അയാൾ നിർത്തി. ഹർഷൻ ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കുകയാണ്. 20 വയസ്സിൽ അവളെ കല്യാണം കഴിപ്പിച്ചയച്ചത് എൻ്റെ വാശി തന്നെയായിരുന്നു. അവൾ ഒരുപാട് പറഞ്ഞ ഇപ്പം കല്യാണം വേണ്ട, പഠിക്കണം എന്നൊക്കെ. ഞാൻ സമ്മതിച്ചില്ല. കല്യാണം കഴിഞ്ഞും പഠിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു.
അവസാനം അതെവിടെ എത്തിയതുമില്ല. സംസാരിച്ചപ്പോഴും അന്വേഷിച്ചറിഞ്ഞപ്പോഴും നല്ല പയ്യനായിരുന്നു ഹരീഷ്. ദുശീലങ്ങളോ ഒരു മോശം കൂട്ടുകെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മോളുടെ ഭാഗ്യമാണെന്ന് കരുതി. പക്ഷേ എൻ്റെ കുട്ടി എങ്ങനെ നോവിക്കെന്ന് കരുതിയില്ല. ഇത്രയും വലിയൊരു ചതിയനാണ് തിരിച്ചറിയാൻ കഴിഞ്ഞതുമില്ല. എത്രയൊക്കെ തേച്ചാലും മായ്ച്ചാലും അവനുണ്ടാക്കിയ വേദനയും നാണക്കേടൊന്നും മാഞ്ഞു പോവില്ല. എൻ്റെ കുട്ടിക്ക് ഒട്ടും പറ്റില്ല. ഇനി അവളൊരു കല്യാണത്തിന് സമ്മതിക്കുകയോ ഒറ്റക്കായി പോവോ എന്നൊക്കെ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഭയന്നിരുന്നു. എന്നാൽ അർഷൻ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പഴയതൊന്നും ഓർത്ത് അവൾ ഒരിക്കലും ജീവിതം കഴിക്കില്ലെന്ന്. എങ്കിലും ഇപ്പോഴും പേടി തന്നെയാ. എത്രയൊക്കെ മനുഷ്യരെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളെങ്ങനെയാണെന്ന് അറിയാൻ കഴിയില്ലല്ലോ. പക്ഷേ ഹർഷൻ എനിക്ക് വിശ്വാസമാണ്. തൻ്റെ കൂടെ എൻ്റെ മോള് സന്തോഷവതിയായിരിക്കുന്നൊരു തോന്നൽ. എന്ന് വെച്ച് ഞാൻ അവളെ ഹർഷനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയല്ല. ഹർഷൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയണം. അറിയാം തൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ. പക്ഷെ ഇതിപ്പോൾ തന്നെ ചോദിച്ചില്ലെങ്കിൽ, തൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് അതൊരു പ്രതീക്ഷ കൊടുക്കും പോലെയായി പോകും. അത് വേണ്ട. ഹർഷൻ എന്നോട് തുറന്നു പറയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹർഷനെ ഇഷ്ടമാണ്. വേണിയെ തനിക്ക് തരുന്നെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഹർഷൻ്റെ തീരുമാനത്തിനാണ് പ്രാധാന്യം. വേണിയെ തനിക്ക് കൂടെ കൂട്ടാൻ കഴിയുമോ? വേണിക്ക് തന്നെ ഉള്ള ഇഷ്ടം ഇന്നല്ലെങ്കിൽ നാളെ തനിക്ക് തിരിച്ചവളോട് ഉണ്ടാവുമോ? എന്താണെങ്കിലും എന്നോടിപ്പോൾ പറഞ്ഞേക്കും മോനെ. തനിക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ ഞാൻ അവളെ പറഞ്ഞ് തിരുത്തിക്കോളാം. പിന്നെ ഒരു ബുദ്ധിമുട്ടോള് കാരണം തനിക്കുണ്ടാവില്ല. ഞാൻ ഉറപ്പ് തരികയാണ്. ഷാജി വികാരാധീനനായി. എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ ഹർഷൻ ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന അയാളുടെ കൈകളിൽ മുറുക്കെ പിടിച്ചു. അങ്കിൾ, അവൻ മൃദുവായി വിളിച്ചു. പിന്നെ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു തുടങ്ങി. അങ്കിൾ, ഞാൻ അങ്കിളുടെ മകൾ, വാവയുടെ കൂട്ടുകാരി. അതിലുപരി ഞാൻ മറ്റൊരു കണ്ണിലൂടെ വേണിയെ കണ്ടിട്ടില്ല. എനിക്കും അറിയില്ലായിരുന്നു വേണിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം എന്നോടുള്ളൂ. അവളെ പറഞ്ഞപ്പോൾ എനിക്കതൊരു ഷോക്കായിരുന്നു. ഒരു പ്രേമമൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അമ്മയും മാമയും കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗീതുവിനെ കണ്ടപ്പോഴും അത്രയേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ വേണിയുടെ ഇഷ്ടം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഗീതുവായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഹർഷൻ പറഞ്ഞു നിർത്തി. ഷാജിയുടെ കണ്ണുകളിൽ ആകാംക്ഷ അവന് മനസ്സിലാവുന്നുണ്ട്. അവനൊരു ചിരിയോടെ തുടർന്നു. അവള് നല്ല കുട്ടിയല്ലേ അങ്കിൾ. മുമ്പ് നടന്ന വിവാഹമോചനമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് മാത്രമല്ല, വീട്ടിലതാർക്കൊരു പ്രശ്നമല്ല. ആൾക്ക് എന്നോടുള്ള ഇഷ്ടം സത്യമാണെങ്കിൽ, അങ്കിളുടെ ആൻറ്റിക്കും കൂടെ സമ്മതമാണെങ്കിൽ എനിക്ക് വേണിയെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ഷാജിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. തൻ്റെ കൈകൾ പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകൾ അയാൾ ആവേശത്തോടെ മുറുകെ പിടിച്ചൊന്ന് വിതുമ്പി. സത്യമാണോ വർഷ? എൻ്റെ കുട്ടിക്ക് ഒരുപാട് സന്തോഷമാവെന്ന് അറിയുമ്പോൾ രാധികയ്ക്ക് എതിർപ്പൊന്നുമില്ലല്ലോ മോനെ? ആദ്യേറെ സന്തോഷത്തോടെയും എന്നാൽ പിന്നെ ഒരു സംശയത്തോടെയും വീണ് ചോദിച്ചു. ഇല്ലെങ്കിൽ അവിടെ അമ്മയും മാമിയും വീണ് ഇപ്പോഴേ സ്വീകരിച്ച മട്ട. അമ്മ തന്നെ സംസാരിക്കും അങ്കിളിനോട്. അവൻ പറഞ്ഞപ്പോൾ ഷാജിക്ക് ആശ്വാസമായി. മോനെ, അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. PG കഴിഞ്ഞ് ചെറുതെങ്കിലും ചെറിയൊരു ജോലിയായ ശേഷം കല്യാണം മതിയെന്നാണ് ഞങ്ങൾക്ക്. ഷാജി പറഞ്ഞു തുടങ്ങിയപ്പോഴവൻ ഇടപെട്ടു. അതങ്ങനെ മതി എങ്കിൽ, പഠിച്ചൊരു ജോലിയായിട്ട് മതി കല്യാണം. അതും വേണിയുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ആൻറ്റിയുടെയും അമ്മയുടെയും കൂടെ സമ്മതത്തോടെ സംസാരിക്കാം. അവൻ പറഞ്ഞപ്പോൾ ഷാജിക്ക് എതിർപ്പില്ലായിരുന്നു. രണ്ടുപേരും മനസ്സോർന്ന് സംസാരിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് കടയടച്ചിറങ്ങി. ഷാജി വീട്ടിൽ വന്ന ശേഷം സന്ധ്യയോട് മാത്രം ഹർഷനുമായി സംസാരിച്ചില്ലെന്ന് തുറന്നു പറഞ്ഞു. സന്ധ്യയ്ക്കും അതുവരെ മനസ്സിനലട്ടിയ ആവലാതി മാറി. തൻ്റെ മകൾക്ക് ഹർഷൻ നല്ലൊരു പങ്കാളിയായിരിക്കുമെന്ന് സന്ധ്യയ്ക്ക് ഉറപ്പായിരുന്നു. എന്തായാലും നീ ഇപ്പം തന്നെ വേണിയുടെ കാര്യം പറയാൻ നിൽക്കണ്ട. ആദ്യം രാധികയുടെ കൂടെ ഒന്ന് സംസാരിക്കാം. എന്തെങ്കിലും എതിർപ്പ് അവർക്കുണ്ടോയെന്നൂടെ അറിയണം. എന്നിട്ട് മതി എല്ലാവരെയും അറിയിക്കുന്നത്. അല്ലെ എടുത്തിയാടി അബദ്ധം ചെയ്യുന്ന പോലെ ആയിപ്പോവും. സന്ധ്യയുടെ അയാളെ ഓർമ്മിപ്പിക്കാൻ മറന്നില്ല. അത് ശരിയാ, അന്ന് പോയതിൽ പിന്നെ രാധിക ഇങ്ങോട്ടേക്ക് വന്നതേയില്ല. ഹർഷൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രാധികയുടെ മനസ്സിലെന്താണെന്ന് അറിയണം. സന്ധ്യ ആലോചനയോടെ പറഞ്ഞു. ഹർഷൻ വീട്ടിലെത്തിയപ്പോൾ രാധിക എന്നത്തെയും പോലെ സീരിയൽ കാണുകയാണ്. ശ്യാമിനെ കണ്ടില്ല കൂടെ. പഠിക്കുകയാവും. അവൻ ഓർത്തുകൊണ്ട് അകത്തേക്ക് കയറി. നീ വന്നോ? ഷാജിയെ കണ്ടില്ലേ? എന്തു പറഞ്ഞു? അവനെ കണ്ടത് രാധിക സോഫയിൽ നിന്ന് എണീറ്റു. ഹർഷൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ പാടെ രാധികയോട് ഷാജി വിളിച്ചതും കാണാൻ പോകുന്നതെല്ലാം മെസ്സേജ് ചെയ്തിട്ടിരുന്നു. കുളിച്ചു വരാമേ, എന്നിട്ട് സംസാരിക്കാം. വാവയുടെ? അവൻ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ ചോദിച്ചു. അവൻ പഠിക്കാനാണെന്ന് പറഞ്ഞ് റൂമിൽ കയറിയതാ. നീ കുളിച്ചു വാ. ചായ വേണം നിനക്ക്? രാധിക ചോദിച്ചു. ഇന്ന് നല്ല ജോലിയായിരുന്നു എന്ന് അവനെ കണ്ടാലേ അറിയാം. ആകെ ക്ഷീണിച്ചു. അമ്മ എടുത്തോ, ഞാൻ വന്നേക്കാം. ഹർഷ റൂമിലേക്ക് പോയ പിറകെ രാധിക കിച്ചണിലേക്ക് ചെന്നു. മധുരം കുറച്ച് കടുപ്പത്തിലുണ്ടാക്കിയ ചായ ചൂടാറ്റാതെ തന്നെ ചില്ല് ഗ്ലാസ്സിലേക്ക് പകർന്നു. പിന്നെ അതുമായി ഹർഷന്റെ റൂമിലേക്ക് നടന്നു. രാധിക ചെന്നപ്പോഴേക്കും ഹർഷൻ ഫ്രഷായി ഇറങ്ങിയിരുന്നു. കബോർഡിൽ നിന്നെടുത്ത ടീഷർട്ട് തലയിലൂടെ വലിച്ചിട്ട് അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് വാങ്ങി ഒന്നൂതി ഒരിറക്ക് കുടിച്ച ശേഷമാണ് അവൻ അമ്മയെ നോക്കിയത്. അക്ഷമയോട് അവൻ പറയുന്നത് കാത്തിരിക്കുകയാണ്.
ഞാൻ വേണിയെ കല്യാണം കഴിക്കുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അവനതാണ് ആദ്യം ചോദിച്ച്. ഷാജി എന്തോ പറഞ്ഞു എന്നറിയാൻ കാത്തിരുന്നവർ അവന്റെ ആ ചോദ്യത്തിലൊന്ന് അമ്പരന്നു. പിന്നെ എന്തോ മനസ്സിലാക്കിയപ്പോൾ അവർ നോക്കി ചിരിച്ചു. നീ അങ്കിളിനോട് പറഞ്ഞോ വേണിയെ കല്യാണം കഴിക്കാന്ന്? അമ്മയുടെ ചോദ്യം കേൾക്കെ ഹർഷനെ എത്ര ശ്രമിച്ചിട്ടും തന്റെ ചുണ്ടൻ കോൾ വിരിഞ്ഞ ചിരി ഒളിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെയൊക്കെ അമ്മയോട് സംസാരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. വാവയുടെ ഓരോ പ്രണയും പുതിയ കാമുകിമാരും അവരുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ മിക്കപ്പോഴും ചർച്ചയാവാറുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ തന്നെ ചൊല്ലി ഉണ്ടായിട്ടില്ല. വിവാഹക്കാരൻ തന്നെ ആന്റിയാണ് മുന്നിൽ നിന്ന് സംസാരിച്ചത്. പക്ഷെ ഇതിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ചുള്ള വേണിയുടെ പ്രപ്പോസൽ ഉണ്ടാക്കിയ ചമ്മൽ തന്നെ അവനെ വിട്ടുപോയിട്ടില്ല. അമ്മേ, അങ്കിൾ ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം തീരുമാനമൊക്കെ ചോദിച്ചു. അവൻ ഷാജി പറഞ്ഞൊക്കെ രാധികയോട് തുറന്നു പറഞ്ഞു. വേണിയെ മാരി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് എന്തായാലും എന്നെ ഇഷ്ടമാണല്ലോ. അമ്മയുടെ അഭിപ്രായം എന്താ? അവൻ ചെറുചിരിയോടെ തന്നെ ചോദിച്ചു. രാധിക ഒരു നിമിഷം അവന്റെ ചിരിയിൽ കുടുങ്ങി കിടന്നു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്ത് എതിർപ്പാണ്? എനിക്കും വാവയ്ക്കും ആദ്യ സമ്മത. നിന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. അമ്മക്ക് സന്തോഷാടാ. ഇനി ബാക്കി കാര്യങ്ങൾ അമ്മ സംസാരിച്ചോളാം. രാധിക നിറഞ്ഞ മനസ്സോടെ തന്നെ അവന്റെ കയ്യിലും തഴുകിക്കൊണ്ട് പറഞ്ഞു. അമ്മോ, എന്താമ്മേ, ഏട്ടും വേണി കല്യാണം കഴിക്കാൻ സമ്മതിച്ചോ? ഒരാഴ്ചയോടെ ശ്യാം മുറിക്കുള്ളിലേക്ക് ആവേശത്തോടെ ഓടിച്ചാടി വന്നു. രാധിക ഹർഷന് മുഖം ചുളിച്ചു പോയി അവന്റെ ശബ്ദത്തിൽ. സമ്മതിച്ചോ സമ്മതിച്ചോന്ന്? ശ്യാം അവരുടെ മുഖഭാവം വകവെക്കാതെ അമ്മയെ പിടിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഓ, സമ്മതിച്ചെന്റെ ചെക്ക. രാധിക ചിരിയോടെ പറഞ്ഞ് മുഴമിക്കും മുമ്പേ അവന്റെ സന്തോഷ പ്രകടനം തുടങ്ങിയിരുന്നു. അവൻ അമ്മയെ കറക്കി വിട്ട് ഏട്ടനെ ചുറ്റിപ്പിടിച്ച് കവിളിലൊരു ഉമ്മയും കൊടുത്ത് ആവേശത്തോടെ ഫോൺ എടുത്തു. ഹർഷൻ അമ്പരന്ന് പോയി അവന്റെ സന്തോഷം കണ്ടപ്പോൾ. ഗീതവുമായുള്ള വിവാഹം ഉറപ്പിച്ചപ്പോൾ പോലും അവൻ ഇത്രയും സന്തോഷം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നി ഹർഷന്. ഞാനിതിപ്പോ തന്നെ വേണിയുടെ അമ്മയോട് പറയട്ടെ, അവൾക്ക് സന്തോഷാവും പറഞ്ഞുകൊണ്ട് ഫോൺ ലോക്ക് മാറ്റി അവൻ ഹർഷൻ തടഞ്ഞു. അതൊന്നും വേണ്ട, ഇപ്പൊ നീയായിട്ട് പറയണ്ട. അങ്ങളോട് ഞാൻ പറഞ്ഞ അങ്ങൾ തന്നെ പറഞ്ഞോളൂ, അതതിന്റെ ശരി. അങ്ങനെ മതി വാവേ. ഷാജിയും സന്ധ്യയും പറയും വേണിയോട്. പിന്നെ നാളെ അമ്മ അവിടെ പോകുന്നുണ്ടല്ലോ, അപ്പൊ അവളെ കണ്ടിട്ട് പറയുകയും ചെയ്യാം. രാധികയും പറഞ്ഞപ്പോൾ ശ്യാം പിന്നെ അത് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സമ്മതിച്ചു കൊടുത്തു. എങ്കിലും അവന് ഒരുപാട് സന്തോഷം തോന്നി. അവൻ വീണ്ടും എന്തൊക്കെയോ ഒച്ചപ്പാടുകൾ ഉണ്ടായിക്കൊണ്ട് പുറത്തേക്ക് ഓടി. എന്റെ വേണി, നീ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? എന്തായാലും അങ്ങനെ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നത്. ശ്യാമിനും ആന്റിക്കും സമ്മതല്ലേ, അവര് സമ്മതിപ്പിച്ചോളും പോലീസിനെ. അഞ്ജന കയ്യിലെ ഉപ്പിലിട്ട മാങ്ങ ഒരു കഷ്ണം കടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. പിന്നെ ഇവൻ രണ്ടാം കെട്ടുകാരി കേട്ട് അവരൊക്കെ പറയുന്നു ഹർഷൻ ചേട്ടന് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവർ നിർബന്ധിക്കാനും പോകുന്നില്ല. വേണി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശ്യാം നിനക്ക് പ്രതീക്ഷ തരുമോ? നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നതിന്റെ കുഴപ്പ. ഇന്നലെ വരെ ഇല്ലാത്ത സംശയമാണല്ലോ ഇപ്പോ. അഞ്ജനക്ക് അവിടെ മട്ടും ഭാവം കാണാൻ പറയാതിരിക്കാനായില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഹർഷൻ ചേട്ടനോട് സംസാരിക്കേ, അതാ നല്ലത്. സംസാരിക്കുമ്പോൾ അറിയാലോ ആളുടെ മനസ്സിൽ എന്താണെന്ന്. എന്നിട്ട് പോരെ ഈ ടെൻഷൻ അടി. അഞ്ജന വീണ്ടും പറഞ്ഞു. അതിനി എപ്പോ കാണുന്ന? രാവിലെ പോയ പിന്നെ രാത്രിയെ വരുന്നു. വൈകുന്നേരം അല്ലെങ്കിൽ ഓഫ് വരുമ്പോഴല്ലേ കാണാൻ പറ്റൂ. അതിനി എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. വേണി നിരാശ നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അഞ്ജന കുറച്ചേരം ആലോചനയോടെ നിന്നു. പിന്നെ അവളെ നോക്കി. അതിലൊരു വഴിയുണ്ട്. എന്ത് വഴി? വേണി കണ്ണ് ചുരുക്കിക്കൊണ്ട് ചോദിച്ചു. വീട്ടിൽ കിട്ടാനേ പറ്റാത്ത, നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് കാണാം. കണ്ണു വിടർത്തി വലിയ കാര്യത്തിൽ പറയുന്നവൾ വേണി മിഴിച്ചു നോക്കി. പോലീസ് സ്റ്റേഷനിൽ പോകാനോ? ഒന്ന് പോയേ നീ. വീട്ടിൽ ചെന്നെ സംസാരിക്കാൻ തന്നെ പേടിച്ചിട്ട് പോയ, അപ്പോഴാ സ്റ്റേഷൻ. നിനക്കിത് എങ്ങനെ പറയാൻ പറ്റിയ അഞ്ജനെ? ഹാ, അത് ശരി. ഇപ്പൊ ഒരു വഴി പറഞ്ഞെന്നാ പ്രശ്നം? എന്റെ പൊന്നു മോളെ, ഇതാണ് നിന്റെ വഴി? വേറെ വല്ല നല്ല വഴിയുണ്ടെങ്കിൽ പറ. ഇതെന്തായാലും നടക്കില്ല. വേണി അപ്പോൾ തന്നെ എതിർത്തു. എന്റെ വേണി, ഇതല്ലേ വേറെ വഴിയൊന്നും എൻ്റെ എടുക്കാനില്ല. അല്ലേ തന്നെ ഇതിനെന്താ ഒരു പ്രശ്നം? വീടായാലും സ്റ്റേഷനിലെ ഒരാൾ തന്നെയല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ. പിന്നെ സ്റ്റേഷൻ ആയതുകൊണ്ട് നിനക്ക് മനസ്സോളം സംസാരിക്കാനും പറ്റും. ഇനി 10 ചീത്ത കേൾക്കാനും തന്നെ ആരും അറിയില്ല. പിന്നെ നിനക്ക് വേണ്ടിയാണെങ്കിൽ ഒരു ധൈര്യത്തിന് ഞാനും വരാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നീ അങ്ങേര് വീട്ടിലുള്ള ദിവസം വരെ വെയിറ്റ് ചെയ്യും. അല്ലെ അച്ഛനും അമ്മയും പറയുന്ന പോലെ അനുസരിക്ക്. എന്തായാലും കണകുണ പറഞ്ഞ് എന്നെ വെറുപ്പിക്കരുത്. അഞ്ജന അറുത്തുമുറിച്ച് പറഞ്ഞതും വേണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. കുറച്ചു നേരം നീണ്ടു നിന്ന ചിന്തകൾക്ക് ശേഷം വേണി അഞ്ജനയെ നോക്കി തലകുലുക്കി. നീ പറഞ്ഞ പോലെ ചെയ്യാം, സ്റ്റേഷനിൽ പോയി കാണാം. പക്ഷെ നീ എൻ്റെ കൂടെ വന്ന് സംസാരിക്കണം. ആ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടല്ലേ. അങ്ങേരുടെ മുന്നിൽ പോയി എങ്ങനെ ബോധം കിട്ടി വീണാലേ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് നീ പറഞ്ഞില്ലേ ഞാൻ വരും. എനിക്ക് ഈ പോലീസ് സ്റ്റേഷൻ പോലീസുകാരൊന്നും പേടിയില്ല. നീ കൂടെ വന്നാൽ മാത്രം മതി. വീമ്പിളക്കി പറയുന്നവളെ നോക്കി വേണി തലകുലുക്കി. വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങാം. ഇന്ന് തന്നെ എല്ലാം ശരിയാക്കാം. ഓക്കെ? അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോകുന്നു, ആളെ കാണുന്നു, മനസ്സുകളെ തുറന്ന് ചോദിക്കുന്നു. ഓക്കെ? സമ്മതിക്കില്ലാതെ വേറെ വഴിയൊന്നും വേണിക്കില്ലായിരുന്നു. എങ്കിലും അവൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതൊരു എടുത്തുചാട്ടമാണോ എന്ന്. പോലീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് 2 സ്കൂട്ടിയും വന്നു നിന്നു. വേണിയൊരു പേടിയോടെ ചുറ്റും നോക്കി.
റോഡിൽ നിന്ന് കുറച്ച് കയറിയാണ് സ്റ്റേഷൻ നിൽക്കുന്നത്. ഏതൊക്കെയോ കുറച്ച് വലിയ മരങ്ങളും അങ്ങിങ്ങായി 1-2 പൂവിട്ട് നിൽക്കുന്ന ചെടികളുമുണ്ട്. ഗേറ്റിൽ നിന്ന് കുറച്ചപ്പുറത്തായി പിടിച്ചിട്ട വണ്ടികൾ പലതും പൊടി പിടിച്ചും തുരുമ്പിച്ചും കിടപ്പുണ്ട്. പുതുതായി പടുത്തുയർത്തിയ ക്രീം കളർ പെയിന്റ് അടിച്ച ഇരുനില വാർക്ക് കെട്ടിടം. മുകളിലായി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് വലുതാക്കി എഴുതിയ ബോർഡുണ്ട്. സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ. അവിടെ 4-5 പേരെ കാണാം. 1-2 പോലീസുകാരുണ്ട് പുറത്ത്. പക്ഷേ സ്ത്രീകൾ ആരും തന്നെ ഇല്ല. എന്റെ പൊന്നു വേണി ഇറങ്ങി വായോ. അഞ്ജന ഹെൽമറ്റ് ഒരു മുടിയൊതുക്കിക്കൊണ്ട് പറഞ്ഞു. വേണി നിരീക്ഷണം നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെ പേടിച്ചു പറിച്ച് നിൽക്കാതെ മണി പോലെ സംസാരിച്ചോണം. അഞ്ജന അവളെ ഓർമ്മപ്പെടുത്തി. പിന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. വേണിയുടെ കൈ രണ്ടും തണുത്തുറഞ്ഞു പോയിരുന്നു. കുറച്ചും പേര് ഉണ്ടായിരുന്ന ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം ചോർന്ന പോലെ. അഞ്ജനക്ക് പക്ഷെ ഇപ്പോഴും കൂസലില്ല. പുറത്തു നിന്നിരുന്ന പോലീസുകാർ അവരെ കണ്ടും ശ്രദ്ധിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. എന്താ പരാതി വല്ലതും ആണോ? അയാൾ അവളെ രണ്ടാളെയും സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. അയാളുടെ ചോദ്യം കേൾക്കെ അപ്പുറത്ത് നിൽക്കുന്ന 1-2 പേരുടെയും ശ്രദ്ധ അവരിലേക്കായി. ഞങ്ങളെ SI കാണാൻ. അഞ്ജന ബഹുമാനത്തോടെ കാര്യം പറഞ്ഞു. ആ സാറകത്തുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ഇരുന്നോ. അയാൾ അവരോട് പറഞ്ഞ് മറ്റൊരാളിലേക്ക് തിരിഞ്ഞു. അഞ്ജന കൂടെയുള്ളവളെ നോക്കി. വെറേലോടെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. വാ അകത്തേക്ക് കയറാം, അവൾ പതുക്കെ വേണിയോട് പറഞ്ഞു. ഇത് വേണോ? എനിക്ക് ആകെ ഒരു പേടി. നമുക്ക് പിന്നെ പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിച്ചാൽ പോരെ? വേണി അകത്തേക്ക് കയറാൻ തുടങ്ങിയവളെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു. അഞ്ജന പല്ലിറുമിക്കൊണ്ട് അവളെ നോക്കി. ഫോണിൽ വിളിക്കാനായിരുന്നു എനിക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? ഇവിടെ ഒരു വന്നിട്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നേരിട്ടങ്ങ് പറയാം. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ പേടിക്കാനെന്താ? നീ എന്നും കാണുന്ന ആള് തന്നെയല്ലേ? നീ ഇങ്ങ് വന്നേ. അഞ്ജന അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. കാത്തിരിക്കാം. മനസ്സിലുള്ള തുറന്ന് ചോദിക്കുമ്പോൾ ഹർഷന്റെ പ്രതികരണം എന്തായിരിക്കും? വളരെ മനോഹരമായ ഈ കഥയുടെ ബാക്കി പാർട്ടുകൾക്കായി കാത്തിരിക്കാം. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.